കോഴിക്കോട് കൂടരഞ്ഞി പൂവാറന്തോട് ഗവൺമെന്റ് LP സ്കൂളിന്റെ ഗ്രൗണ്ടിന് മുകളിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈനാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. പ്രദേശത്ത് 2012-ലാണ് വൈദ്യുതി എത്തിയത്. സ്കൂൾ ഗ്രൗണ്ടിലൂടെ ലൈൻ വലിച്ചപ്പോൾ തന്നെ നാട്ടുകാർ അപകട ഭീഷണി ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അന്ന് ഉദ്യോഗസ്ഥർ സാങ്കേതിക തടസ്സം പറഞ്ഞു. 5 വർഷം മുമ്പ് സ്കൂൾ വാർഷികത്തിന് പന്തലിടുമ്പോൾ ലൈനിൽ തട്ടിയെങ്കിലും തൊഴിലാളി കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ലൈൻ മാറ്റാൻ 33,000 രൂപ വേണമെന്നാണ് KSEB അധികൃതർ പറയുന്നത്. ഇത് ഞങ്ങൾക്ക് ഭീഷണിയായിട്ട് നിൽക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് ഞങ്ങൾ പഞ്ചായത്തും KSEBയിലും പല നിവേദനങ്ങളായിട്ട് കയറി ഇറങ്ങിയിട്ടുണ്ട്. അവർ 33,000 രൂപ KSEBയിൽ അടച്ചു കഴിഞ്ഞാൽ മാറ്റിത്തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പൈസ എടുത്ത് അടയ്ക്കാൻ ഞങ്ങൾക്ക് ശേഷിയില്ലാത്തതുകൊണ്ട് ഇതിപ്പോഴും ഭീഷണിയായിട്ട് തുടർന്നു പോവുകയാണ്. 30 വർഷം പഴക്കമുള്ള സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂരയ്ക്ക് ചോർച്ചയുണ്ട്. ജനലുകൾ തകർന്നും ചുറ്റുമതിൽ ഇടിഞ്ഞും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. നല്ല മഴയാണ്, കാറ്റും അതുപോലെ പിടിക്കുന്ന സ്ഥലമാണ്. പേടിച്ചിട്ട് ടീച്ചർമാർ കുട്ടികളെ അതിനകത്ത് ഇരുത്തുന്നില്ല. അങ്ങനെ പുറത്തൊക്കെ നിർത്തിയാണ്. കാരണം ഇപ്പോൾ കയറി നോക്കിയാലും കാരണം ഉള്ളിൽ വെള്ളം ചാടുന്നുണ്ട്. ഒരു സീലിംഗ് പൊളിഞ്ഞു പോയതാണ്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ പുറകിൽ ഒരു ചുറ്റുമതിലുണ്ട്. അത് ഇടിഞ്ഞ് സ്കൂളിന്റെ ഭിത്തിയുടെ ലെവൽ വരെ എത്തി നിൽക്കുകയാണ്. മലയോര മേഖലയായ കൂടരഞ്ഞിയിൽ ശക്തമായ കാറ്റിലും മഴയിലും ആശങ്കയോടെയാണ് കുട്ടികളും അധ്യാപകരും കഴിയുന്നത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.